ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഓർത്തു. ആദ്യം തന്നെ കുറച്ച് പേര് ചോദിച്ചതിനുള്ള മറുപടി തരാം. വേറെ ഒന്നുമല്ല, കമൻറ്റ് ബോക്സിലാണെങ്കിലും ഇൻസ്റ്റയിൽ എനിക്ക് പേഴ്സണലി ആണെങ്കിലും കുറച്ച് പേര് മെസ്സേജ് അയക്കാറുണ്ട്. ചേച്ചി എക്സാം കഴിഞ്ഞോ, എപ്പോഴാണ് എക്സാം കഴിയുക, ഇനി എത്ര എക്സാം കൂടെ ഉണ്ട്, അങ്ങനെയൊക്കെ ചോദിച്ച്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഒരു 4-5 ദിവസമായിട്ടുണ്ട് എക്സാം കഴിഞ്ഞിട്ട്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ അതായിരുന്നു ഒന്നാമത്തെ കാര്യം, കുറേ പേര് ചോദിച്ചോണ്ടിരുന്നത്. പിന്നെ ഗൈസ് എന്നോട് കുറച്ച് പേര് ചോദിക്കുന്നതായിരുന്നു, ഞാൻ എന്താ പഠിക്കുന്നത്, എൻ്റെ പേരെന്തുവാ, ഞാൻ എവിടെയാണ് പഠിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് ഇങ്ങനെയാണ് റിപ്ലൈ കൊടുക്കാറ്. Q&A ചെയ്യുമ്പോൾ അതിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ഇപ്പോൾ ആ Q&A വീഡിയോ കൂടെ അങ്ങ് ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് എന്തൊക്കെയാണോ ചോദിക്കാനുള്ളത് അതെല്ലാം ഈ ഒരു കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ എന്നോട് എന്താണോ ചോദിക്കാനുള്ളത് അതെല്ലാം നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടൂ ഗൈസ്. അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കമൻസ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ പേഴ്സണലി ഇൻസ്റ്റയിലാണെങ്കിലും ഫ്രണ്ട് ആക്കാവുമെന്ന് ചോദിച്ചാൽ ഒത്തിരി മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം ഒന്നെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് UID മേടിച്ചിട്ട് ഞാൻ റിക്വസ്റ്റ് ഇടും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ UID അയച്ചു കൊടുക്കാറാണ് സാധാരണ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാരെ ഞാൻ ഫ്രണ്ട് ആക്കിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം അല്ല ഗൈസ്, അറിയാതെ അങ്ങനെ പറ്റിപ്പോയതാവും. അപ്പോൾ അതിന് ആദ്യം തന്നെ സോറി ചോദിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഫ്രണ്ട് ആക്കാം. അപ്പോൾ അങ്ങനെ ഫ്രണ്ട് ആക്കാറുണ്ടെങ്കിൽ ഇന്നേ തീയതി വരെ ഞാൻ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ കളിച്ചിട്ടില്ല. കുറേ പേര് റിക്വസ്റ്റ് ഇട്ടാലും ഞാനിങ്ങനെ വീഡിയോയുടെ ആവശ്യത്തിന് മാത്രമായിരുന്നു എക്സാം ടൈം ആയതുകൊണ്ട് കയറിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തു, ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട് വെക്കേഷൻ ആകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊപ്പം നമ്മൾ കളിക്കുമെന്ന്. അപ്പോൾ അതും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് വേറെ ഒന്നുമല്ല, നാളെ വൈകുന്നേരം ഒരു 7 മണി തൊട്ട് 9 മണി വരെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊപ്പം കളിക്കാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 2 കാര്യം ശ്രദ്ധിക്കുക. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ ആക്റ്റീവായിട്ട് നിൽക്കുക. കാരണം നമുക്കിപ്പോൾ ലൈവ് വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല, അത് പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മിക്കവാറും നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ടീം കോഡ് ഇടും. അതല്ലെങ്കിൽ ഒന്നെങ്കിൽ ഫ്രീ ഫയറിൽ ആക്റ്റീവായിട്ട് നിൽക്കുക. ഫ്രീ ഫയറിൽ ഓൺലൈനിൽ കാണുന്നവരെ നമ്മൾ അങ്ങോട്ടേക്ക് റിക്വസ്റ്റ് ഇടുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ മാക്സിമം ടീം കോഡ് ഇടാനും ശ്രമിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ഒന്നെങ്കിൽ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ ഫ്രീ ഫയറിൽ ആക്റ്റീവായിട്ട് നിൽക്കുക. ഈ 2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് വേറെ, അതായത് ഫ്രീ ഫയർ അല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ ഗെയിംസ് ഞാൻ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻ്റായിട്ട് പറയുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ എല്ലാ കമൻസും ഞാൻ വായിക്കാറുണ്ട്. പോസിറ്റീവ് കമൻസ് ഇടുന്നവരോടും നെഗറ്റീവ് കമൻസ് ഇടുന്നവരോടും ഒക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒത്തിരി നന്ദി. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ ഒത്തിരി നന്ദി. ഇനിയും നിങ്ങൾ ഇതുപോലെ കമൻസ് ഒക്കെ ഇടുക. അതുപോലെ തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് വീഡിയോയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു, വീഡിയോയുടെ ക്വാളിറ്റി കുറവാണെന്ന് ഒരു കമൻറ്റ് കണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിക്കും. അതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. സോ അത് പിന്നീട് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുന്നതായിരിക്കും. അപ്പോൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരെയും എന്ന് പറയുന്നില്ല, എന്നാലും മാക്സിമം ആൾക്കാരോട് നാളെ സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ടാറ്റാ, ബൈ ബൈ.